welcome back to Harris New Academy YouTube channel. I am Rizwan Ramzan Ahmed. This is our YouTube marketing series in the continuation. And this series we actually cover how your YouTube channel growth and marketing better at it. And the already optimization on a segment in the continuation on a video. Then videos you link in the playlist but just click here and specific welcome back again. Please make sure you subscribe to the video because to not miss out any videos is very important. This video we actually YouTube in the branding segment, visible branding segment, optimize it discuss മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് യൂട്യൂബിന്റെ വിസിബിൾ ബ്രാൻഡിംഗിലായിട്ട് യൂട്യൂബ് കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നമുക്ക് പോസിബിൾ ആയിട്ട് തന്നിട്ടുള്ളത്. നമ്പർ 1 is പ്രൊഫൈൽ പിക്ചർ, നമ്പർ 2 is ബാനർ ഇമേജ്, നമ്പർ 3 is വീഡിയോ വാട്ടർമാർക്ക്. എന്താണ് ഓരോന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം പ്രൊഫൈൽ പിക്ചർ. പ്രൊഫൈൽ പിക്ചർ നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ അറിയുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പേരിനടുത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട്, പേരിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ കൊടുക്കുന്ന ഒരു ലോഗോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഇമേജ് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് ഒരു ഐഡന്റിറ്റി ആണോ അവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഇമേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ വാട്സാപ്പിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യും, DP എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യും സെറ്റ് ചെയ്യും. അതേ സാധനം തന്നെയാണ് ഇവിടെ പ്രൊഫൈൽ പിക്ചർ എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. നമ്പർ 2 is ബാനർ ഇമേജ്. എന്താണ് ബാനർ ഇമേജ്, റൈറ്റ്? സോ നിങ്ങളൊരു ചാനലിനെ കുറിച്ച് സെർച്ച് ചെയ്തു എന്ന് വെക്കാം. ആ ചാനലിൽ സെർച്ച് ചെയ്തിട്ട് ആ ചാനലിൽ നിങ്ങൾ സെർച്ച് റിസൾട്ട് വന്ന് എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും മേലയിലായിട്ട് ഒരു ഇമേജ് നിങ്ങൾ അവിടെ കാണും. അതായത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിന്റെ മേലായിട്ട് നിങ്ങൾ അവിടെ കാണും. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ഇതിപ്പോൾ കോൾ മീ ഷസാം എന്ന് പറയുന്ന ക്രിയേറ്ററിന്റെ ചാനൽ പേജിന്റെ ബാനർ ഇമേജ് ആണ്. നിങ്ങൾക്ക് അവിടെ കാണാം എന്താണ് അവർ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ബാനറും കാണുന്നുണ്ടാവും. സോ നിങ്ങളുടെ കാണാം പലതരത്തിലായിട്ടുള്ള ബാനർ ഇമേജ് പല ആൾക്കാരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ എന്താണ് ബാനർ ഇമേജ്? ഒരു നിങ്ങളുടെ പേജിലേക്ക് ആദ്യം വരുന്ന സമയത്ത് ആദ്യം ആൾക്കാരുടെ കണ്ണ് പോകുന്നത് ടോപ്പ് പോർഷനിലേക്കാണ്. അവിടെ നിങ്ങളുടെ ചാനൽ എന്താണ്, അതിന് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാന്നുള്ള രീതിയിലേക്കായിട്ടോ അതല്ല നിങ്ങളുടെ മെസ്സേജിങ്ങോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമായിട്ട് സാധിക്കും. ലിങ്ക്ഡിലും ഇതേപോലെ തന്നെ ബാനർ ഇമേജ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അതേപോലെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സോ ബാനർ ഇമേജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ബാനർ ഇമേജിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ബട്ട് അതിന് മുന്നേ മൂന്നാമത്തെ ഫാക്ടർ ഇസ് വീഡിയോ വാട്ടർമാർക്ക്. എന്താണ് വീഡിയോ വാട്ടർമാർക്ക്? സോ വീഡിയോ വാട്ടർമാർക്ക് എന്ന് വെച്ചാൽ നിങ്ങളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിൻ്റെ ബോട്ടം റൈറ്റ് കോർണറിലായിട്ട് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടോ അതല്ല ഒരു ലോഗോയോ മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അതിൻ്റെ മേലേക്ക് നിങ്ങളുടെ മൗസ് പോയിന്റർ ചെറുതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള നിങ്ങളുടെ ചാനലിൻ്റെ പേരും അവിടെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണിക്കും. സോ ഇറ്റ്സ് എ ഹവറിങ് ഇമേജ്. ഓക്കെ, സോ ഓൾറെഡി വീഡിയോ കാണുന്നതിനിടയിൽ ഓക്കെ ഇത് അവിടെ ഫുൾ ടൈം ആയിട്ട് അവിടെ കാണുന്ന സമയത്ത് ആൾക്ക് എന്താണ് ക്യൂരിയസ് നോക്കുന്നത് ആ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് പ്ലീസ് സബ്സ്ക്രൈബ് എന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാധനമാണ്. സോ മൂന്ന് തരത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. മൂന്ന് കാര്യങ്ങളാണ് ബ്രാൻഡിങ് എന്ന് പറയുന്ന സെഗ്മെന്റ് വരുന്ന സമയത്തൊക്കെ ആയിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത് അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ളത്. പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യുക, ബാനർ ഇമേജ് സെറ്റ് ചെയ്യുക, എങ്ങനെയെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. മൂന്നാമതായിട്ട് വീഡിയോ വാട്ടർമാർക്ക് അവിടെ സെറ്റ് ചെയ്യുക. വീഡിയോ വാട്ടർമാർക്ക് മൂന്ന് തരത്തിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എൻഡ് ഓഫ് ദി വീഡിയോയിൽ സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം വീഡിയോയിൽ സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റം ടൈം ആയിട്ട് ഓക്കെ എനിക്കൊരു 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വന്നാൽ മതി, എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് അവിടെ വെക്കാനായിട്ട് സാധിക്കും. സോ ഇത്തരം കാര്യങ്ങൾ മനസ്സിലായിരിക്കുകയാണ്. ബാനർ ഇമേജ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. മൂന്ന് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അവിടെ ഉണ്ട്. വിൽ സീ ഇൻ ദി നെക്സ്റ്റ് വൺ. അണ്ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് 0 Pixels.